ഹലോ. അങ്ങനെ എൻ്റെ ഒരു 4 ദിവസത്തെ ലീവ് തീർന്നു. ടോട്ടലി ഞാനൊരു 4 ദിവസം വെക്കേഷൻ എടുത്തായിരുന്നു കേട്ടോ. വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഗീവ് അവേ ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഷിഫ്റ്റിൽ ആവശ്യത്തിന് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഷിഫ്റ്റ് പാർട്ട് ടൈം ആയിട്ടുള്ള ആരെങ്കിലും പിക്ക് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ നമുക്ക് അടുത്ത ആൾക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ആ ഒരു ഓപ്ഷൻ എടുത്താണ് ഞാൻ വെക്കേഷൻ എടുത്തത്. വെക്കേഷനൊക്കെ അങ്ങനെ കഴിഞ്ഞു. ഇവിടുത്തെ ഒരു വർക്ക് ഷെഡ്യൂളിനെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കുമോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അതായത് ഡേ നൈറ്റ് അങ്ങനെ ഒരു 12 hours ഷിഫ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ ശരിക്കും 4 days 4 night ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് 5 days ഓഫ് കിട്ടും. അപ്പോൾ ഓൾറെഡി ഞാൻ 5 days ഓഫിലായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത 4 days എടുത്തു. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ടോട്ടൽ അത് കഴിഞ്ഞുള്ളൊരു 5 days ഓഫ്, അങ്ങനെ ഇതെല്ലാം കൂടെ ഒരു 14 days ഓഫ് കിട്ടി. ഞാനിവിടെ എവിടെയാണ് പുറത്തെ മുറ്റത്തൊന്ന് ഇറങ്ങിയതാട്ടോ. നിങ്ങൾ എന്നെ കാണിയല്ല, ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൊഹാനെ ഞങ്ങൾ സ്കൂളിൽ വിട്ടേക്കുക. ഡേ കെയറിൽ ഇവിടെ ഡേ കെയർ ഉണ്ടല്ലോ. അപ്പം അവനെ റെഗുലർലി വിടാറില്ല, അവന് മടിയാണ്. എനിക്കും മടിയാവും. അപ്പം ഇന്നിപ്പം അവൻ വരാൻ സമയമായി, പോയി കൂട്ടണം. ശരിക്കും 7 AM മുതൽ നമുക്ക് ഡേ കെയർ വിടാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളത്ര നേരത്തെ ഒന്നും വിടാറില്ല. എനിക്ക് ഓഫ് കിട്ടുന്ന ദിവസം ഞാനങ്ങ് സുഖമായിട്ട് കിടന്നുറങ്ങും. പിന്നെ എണീറ്റ് വന്ന് എല്ലാം റെഡിയായി വരുമ്പോഴേക്ക് സമയമാവും. അപ്പോൾ അവനൊരു 9 മണിയാകുമ്പോൾ ഒരു പാലൊക്കെ കുടിച്ച് പോകും. ഇന്നെന്തോ വലിയ കുഴപ്പമില്ലായിരുന്നു, അല്ലെങ്കിൽ എപ്പോഴും കരച്ചിലായിരിക്കും. എന്തായാലും അടുത്ത വർഷം ആകുമ്പോൾ സ്കൂളിൽ വിടാനാകും. അപ്പോൾ അതിനു മുന്നേ നമ്മളൊന്ന് നമ്മളും അവരും മെൻ്റലി പ്രിപ്പയർഡ് ആവുന്നതല്ലേ നല്ലത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നമാണ്, ഡേ കെയറിൽ നമുക്ക് കിട്ടാൻ പാടാണ്. വൺസ് കിട്ടിക്കഴിഞ്ഞാൽ പോകുന്നില്ലെങ്കിൽ പോലും വെറുതെ കളയാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഫുൾ ടൈം ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ആണോ അല്ലേ? എവിടെ നയിച്ചെടുക്കുന്നു. ഞാനിപ്പോ ഇങ്ങനെ ബാക്ക് യാർഡിൽ വന്നിങ്ങനെ ചുമ്മാ ഇരിക്കും കേട്ടോ. നമ്മുടെ വീടിന്റെ ഓപ്പോസിറ്റ് ഒരു സ്കൂളാണ്. പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ കളിക്കുന്ന കേട്ടപ്പോൾ ഞാൻ ഓർത്തു ജോഹാനെ കൊടുത്തു വരാം. ഈ കോസ്റ്റ്യൂം ഒന്നും കണ്ട് വിചാരിക്കണ്ട, ഇവിടെ വിന്റർ ആണെന്ന്. അപ്പോഴും സമ്മറിലേക്ക് കയറി എന്നാൽ ചില സമയത്ത് കൊള്ളാണ്. ഞാൻ പിന്നെ ഒരു തണുപ്പിയാണ്, അതുകൊണ്ട് ചില സമയത്ത് സമ്മറിൽ നിങ്ങൾ തന്നെ ഇതുപോലെ തട്ടിപ്പിടാണ്. പക്ഷെ എനിക്ക് പുറത്തിരിക്കാൻ ഇഷ്ടമാണതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഒത്തിരി കിളികളും അണ്ണാനൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെ ഷോർട്സ് ഒക്കെ ഇടാറുണ്ട്, അതിൽ കാണാം മരി കിളികളൊക്കെ. ഇതാണ്ട് ഇവിടെ ഒരാൾ വന്നു പോയി. നിങ്ങൾ പിന്നെ കിളികളൊക്കെ ഇഷ്ടംപോലെ കാണുന്നതായതുകൊണ്ട് വേണ്ടല്ലോ. ഞാൻ പറഞ്ഞു വന്നതല്ലോ ചുമ്മാ വിശേഷങ്ങള്. ഇപ്പൊ നാളത്തെ കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് തിരിച്ചു കയറണം. പിന്നെ എനിക്ക് ശരിക്കും 2 days 2 nights ഡ്യൂട്ടിക്ക് പോകാനാകുമ്പോൾ ഒരു മടിയാണ്. എവിടെയോ എന്തോ ഒരു ഫീവർ സെയിം ഇല്ല, എന്നാലും ചെറുതായിട്ട് അങ്ങനെയുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. എന്താണ് നിങ്ങളുടെ വിശേഷം? നിങ്ങളൊക്കെ എന്റെ വീഡിയോ കാണുന്നവരൊക്കെ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി നേഴ്സസ് ആയിട്ട് നാട്ടിലും പിന്നെ കാനഡയിലും വണ്ടി, പിന്നെ കുറെയൊക്കെ എന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവര് അങ്ങനെയൊക്കെ. ചുമ്മാ രസമല്ലേ? നിങ്ങൾ കമന്റ് ഒക്കെ ചെയ്യണം കേട്ടോ, നിങ്ങളുടെ ഡ്യൂട്ടി സ്കെഡ്യൂളും ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ സൗദിയിലും അതുപോലെ ഇന്ത്യയില് മുംബൈയിൽ വർക്ക് ചെയ്തായിരുന്നു, കോവിലമൻ. അപ്പോഴൊക്കെ ശരിക്കും 8 hours ആണ്. പക്ഷെ 8 hours ചെയ്തിട്ട് ഒത്തിരി നാളായി. ചില സമയത്ത് എനിക്ക് പക്ഷെ ഒത്തിരി ഓഫ് കിട്ടത്തില്ലല്ലോ. നമുക്ക് 1-2 ഓഫ് കിട്ടത്തില്ല. പക്ഷെ പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന സമയമാകുമ്പോൾ 8 hours കിട്ടുന്നെങ്കിൽ നമുക്ക് അവരുടെ കൂടെ അവർ പോകുമ്പോൾ നമ്മൾ പോലും അവർ കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടൂലേ. ഈ 12 hours നമുക്ക് എന്താ പറയാ, ഫോർ ദ ഹോൾ 4 shifts കംപ്ലീറ്റ്ലി ഒരു നമ്മൾ എന്താ പറയാ കംപ്ലീറ്റ് ആയിട്ടൊരു മാറി നിൽക്കുന്ന ഒരു ഫീല. അതെനിക്കിഷ്ടമായി. കുഴപ്പമില്ല. അങ്ങനെ ഇപ്പൊ ഏകദേശം 1:30 ആകുന്നു. 1:30-5 മണി വരെ ഡേ കെയർ ഉണ്ട്. ഇവരെ അവർ നോക്കും. നമ്മൾ ഇതുവരെ 5 മണി വരെ നോക്കിയിട്ട് ഒരു 4 മണി 4:30 ആകുമ്പോഴേക്ക് മാക്സിമം പോയി കിട്ടിയിട്ട് വരും. ഇന്ന് ചെന്നപ്പോ കുറച്ച് ഓക്കെ ആയിരുന്നു. യൂഷ്വലി കൊണ്ടുവിടുന്നതിനേക്കാളും ഓക്കെ ആയിരുന്നു. കാരണം ഞാൻ അവരോട് പറഞ്ഞു അവിടെ ബബിൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ ബബിൾ മേക്കർ എനിക്ക് കാണണം, മാമിക്ക് അത് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു അതിനെ കാണിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോ എന്നോട് കുറച്ച് ദേഷ്യമായിരിക്കും, കുഴപ്പമില്ലായിരിക്കും തോന്നും. ഞാനിവിടെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം മിട്ടു വന്നേ. ഞങ്ങളിവനിട്ട് പേരാട്ടോ മിട്ടു. അവനാണെങ്കിൽ വന്നിട്ട് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുക. സാധാരണ അവന് ഞാൻ എന്നും ഫുഡ് കൊടുക്കുന്നതാണേ. എൻ്റെ ജോഹാൻ പോയതുകൊണ്ട് ഫുഡൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അപ്പം അവൻ പമ്മി വന്ന് ചോദിക്കുക എനിക്കുള്ള മമ്മമ്മ എവിടെയത്. ഞാൻ പിന്നെ ഓൾറെഡി താഴെ എടുത്ത് വെച്ചിട്ടുണ്ടാവും, അത് കൂട്ടങ്ങ് കൊണ്ടുവന്നെടുത്തു. ഞങ്ങൾ ജോഹാനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന പൊക്കാണേ. ഇവിടെ നിന്ന് ഒരു 10 minute ദൂരമുണ്ട്. പോവുക
കൊണ്ടുവരിക. ചില ദിവസം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും വരുമ്പോൾ. ചിലപ്പോൾ ചെറിയൊരു വഴക്കൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. വരുമ്പോഴേ ബാക്ക് യാർഡിൽ കൊണ്ടുപോകണം. ബാക്ക് യാർഡിൽ ഇരുന്ന് മിട്ടുവിനെ കണ്ടു കഴിയുമ്പം ഹാപ്പിയാവും.